ഇത് കൂട്ടി ചോറ് തിന്നിട്ടുണ്ടോ? ഇതിപ്പോൾ എന്താണെന്നല്ല ആലോചിക്കുന്നത്. ഇത് തിന്നാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അവൻ ആരാണെന്ന് കാണിച്ചു തരാം, ബാ. ഇത് നമ്മുടെ ഇരുമ്പമ്പുളി ഇല്ലേ, ഇരുമ്പമ്പുളി, വിരുമ്പിപ്പുളി, പല പേരിലും അറിയപ്പെടുന്നുണ്ടാവും. പക്ഷെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം കേട്ടോ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിൽ കടുക് ഇട്ട് പൊട്ടിക്കുക. അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് മൊരിയിച്ചെടുക്കുക. അതൊന്നും മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ വിരുമ്പുളി ഉണ്ടല്ലോ, അത് ഞാനിത് അവിടെ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് വേഗം, ഇരുമ്പുളിയല്ലേ, അധികം വേഗമൊന്നും ഇല്ലാത്ത സാധനമാണ്, പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് നന്നായിട്ട് ഉടച്ചുടച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഉടഞ്ഞതിന് ശേഷം ശർക്കരപ്പാനി ഉണ്ടല്ലോ, ശർക്കരപ്പാനിയും കൂടി അതിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ആ ശർക്കരപ്പാനി കിടന്നിട്ട് ഇരുമ്പുളി ഒന്ന് വേവട്ടെ. വെന്ത് വരുന്ന സമയത്ത് നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് ഉലുവേൻ്റെ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇരുമ്പുളീൻ്റെ പുളിങ്കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.